നമസ്കാരം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് വിദേശ നിക്ഷേപം സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ഓഹരികൾ കൈമാറാൻ അദാനി ഗ്രൂപ്പിന് സംസ്ഥാന സർക്കാരിന്റെ അനുമതി നിർബന്ധമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇക്കാര്യം നിയമസഭയിലാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ കമ്പനിക്ക് സ്വന്തം നിലയ്ക്ക് ഓഹരികൾ വിൽക്കാൻ കഴിയില്ലെന്നും അത്തരം നീക്കങ്ങൾക്ക് യാതൊരുവിധ നിയമസാധുതയും ഉണ്ടാകില്ലെന്നും ചോദ്യോത്തരവേളയിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആഗോള കപ്പൽ ഗതാഗത കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയും അദാനി പോർട്സും തമ്മിൽ 49% ഓഹരികൾ കൈമാറാൻ ധാരണയിലെത്തിയതായും ഇതിലൂടെ 13,000 കോടി രൂപയുടെ വിദേശ നിക്ഷേപം എത്തുന്നതായും വാർത്തകൾ പുറത്തുവന്നിരുന്നു. ഈ വിദേശ നിക്ഷേപ നീക്കത്തെക്കുറിച്ച് സർക്കാരിന് ഇതുവരെ ഔദ്യോഗികമായി വിവരമൊന്നും ലഭിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അദാനി ഗ്രൂപ്പും ഷിപ്പിംഗ് കോർപ്പറേഷനുമായി പ്രാഥമിക ചർച്ചകൾ നടന്നിട്ടുണ്ടാകാമെന്നും അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം വാർത്തകൾ പ്രചരിക്കുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു. തുറമുഖ നിർമ്മാണ കരാർ വ്യവസ്ഥകൾ പ്രകാരം ഓഹരി ഘടനയിൽ നിർണായക മാറ്റം വരുത്തുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ അനുമതി അനിവാര്യമാണ്. വിഴിഞ്ഞം പദ്ധതിയിൽ സർക്കാരിന് വ്യക്തമായ പങ്കാളിത്തം ഉള്ളതാണെന്നും കരാർ പ്രകാരം 2080 തുറമുഖത്തിന്റെ പൂർണ്ണ അവകാശം സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ടതാണെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. അതിനാൽ തന്നെ ഇത്തരം വൻതോതിലുള്ള നിക്ഷേപങ്ങൾക്കും പങ്കാളിത്തങ്ങൾക്കും സംസ്ഥാന സർക്കാരിന്റെ അനുമതി ആവശ്യമാണ്. അതേസമയം നിലവിലെ ധാരണാപത്ര പ്രകാരമുള്ള ഓഹരി കൈമാറ്റ നടപടിക്രമങ്ങൾ മാത്രമാണിതെന്നാണ് അദാനി കമ്പനിയുടെ വിശദീകരണം. ഇതിന്റെ ഭാഗമായി സർക്കാരിന്റെ അനുമതി തേടി അദാനി ഗ്രൂപ്പ് ഔദ്യോഗികമായി കത്ത് നൽകും. ഇന്നോ നാളെയോ തന്നെ സർക്കാരിന് അപേക്ഷ സമർപ്പിക്കാനാണ് കമ്പനിയുടെ തീരുമാനം. കമ്പനി ഔദ്യോഗികമായി അനുമതി തേടി അപേക്ഷ സമർപ്പിക്കുന്ന മുറയ്ക്ക് മാത്രമായിരിക്കും ഇതിൽ സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുക. വിഴിഞ്ഞം പോർട്ട് സിറ്റി പദ്ധതിയും ബജറ്റിൽ പ്രഖ്യാപിച്ച വിഷൻ സമുദ്രയും കേരളത്തിന്റെ 2ാം തലമുറ വികസന സ്വപ്നങ്ങൾക്ക് വലിയ കരുത്തു പകരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിഴിഞ്ഞത്തിന്റെ വികസനത്തിനൊപ്പം തന്നെ മലബാറിലെ അഴീക്കൽ, ബേപ്പൂർ തുറമുഖങ്ങളുടെ നവീകരണത്തിനും വികസന പ്രവർത്തനങ്ങൾക്കും സർക്കാർ പ്രഥമ പരിഗണന നൽകുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയ്ക്ക് ഉറപ്പു നൽകി. MSCയുടെ തുറമുഖ ഓപ്പറേറ്റിംഗ് വിഭാഗമായ ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡാണ് വിഴിഞ്ഞത്ത് നിക്ഷേപം നടത്തുന്നത്. TILന്റെ ഉപസ്ഥാപനമായ മുൻജി ലിമിറ്റഡാണ് ഓഹരി ഏറ്റെടുക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്ത് ഇപ്പോൾ 2ാം ഘട്ട വികസന പ്രവർത്തനം പുരോഗമിക്കുകയാണ്. 16 ലക്ഷം 20 ഫുഡ് ഇക്വലന്റ് യൂണിറ്റാണ് നിലവിൽ കണ്ടെയ്നർ കാര്യശേഷി. 2028 ഡിസംബറിൽ വികസന പ്രവർത്തനം പൂർത്തിയാകുന്നതോടെ ഇത് 3.5 മടങ്ങ് ഉയർന്ന് 57 ലക്ഷം TEU ആകും. വിഴിഞ്ഞത്ത് കൂടുതൽ കണ്ടെയ്നറുകൾ എത്താനും പശ്ചാത്തല വികസനം കൂടുതൽ മികച്ചതാക്കാനും MSCയുമായുള്ള സഹകരണം വഴി കഴിയുമെന്നാണ് കരുതുന്നത്. അദാനിയും MSCയും തമ്മിൽ ഇന്ത്യയിലെ 3ാമത്തെ തുറമുഖ സഹകരണമാണിത്. നിലവിൽ ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്തെ 3ാം ടെർമിനലിലും തമിഴ്നാട് എന്നൂറിലും സഹകരണമുണ്ട്. ഇന്ത്യയുടെ ആദ്യ സ്വാഭാവിക ആഴമുള്ള മെഗാ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം. രാജ്യാന്തര കപ്പൽ പാതയിൽ നിന്നും വെറും 10 നോട്ടിക്കൽ മൈൽ ദൂരത്താണെന്നതും വലിയ നേട്ടമാണ്. 18 മുതൽ 20 മീറ്ററാണ് സ്വാഭാവിക ആഴമെന്നത് ലോകത്തെ ഏത് വമ്പൻ കപ്പലിനെയും സ്വീകരിക്കാൻ അനുയോജ്യമാക്കുന്നു. 800 മീറ്റർ ബെർത്ത്, അത്യാധുനിക ക്രെയിൻ യൂണിറ്റുകൾ എന്നിങ്ങനെയും സവിശേഷതകൾ ധാരാളമുണ്ട്.